ഹായ് സുഹൃത്തുക്കളെ, ഞാൻ രാജു വയനാട് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇടവേള എടുത്തത് മനഃപൂർവ്വമല്ല, അത് ചില സംഘടനകളും വ്യക്തികളും ഞാൻ ചെയ്ത വീഡിയോ അത്ര ഓപ്പണായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതങ്ങനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അവിടെ നിർത്തിയത്. ഏകദേശം 8-9 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ആളുകൾ എൻ്റെ ഈ ഒരു കുഞ്ഞറിവിന് സമീപിക്കുന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് അനുസരിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഭാഗ്യം കൊണ്ട് ഞാൻ ആ വീഡിയോ നിൽക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഫോൺ നമ്പർ ബോർഡിൽ ഞാൻ കുറിച്ചിരുന്നു. അത് ഉപയോഗിച്ച് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അതായത് ഒത്തിരി ആളുകൾ എന്നെ ഈ ഒരു ഇതിനു വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഞാനതിന് മറുപടികളും നൽകിയിട്ടുണ്ട്. ഒത്തിരി ആളുകൾ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെയധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരോടും എനിക്ക് വളരെ സ്നേഹവും സന്തോഷവും ഒക്കെയുണ്ട്. പക്ഷേ അന്ന് അത് തുടർച്ചയായിട്ട് അതങ്ങനെ നിങ്ങളിൽ എത്തിക്കാൻ കഴിയാതെ പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്നിരുന്നാലും നമ്മൾ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് വീണ്ടും ഈ വീഡിയോയുടെ ബാക്കി തുടർ ഭാഗങ്ങളായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും വരിക, എല്ലാവരും സഹകരിക്കുക. ചീള് കേസാണത്, നമുക്ക് നോക്കാം. നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ചോദിച്ചിരിക്കുന്നത് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. എന്താണ് ഈ ലിസ്റ്റ് നോക്കാം, വാ. അതിനായിട്ട് നമുക്ക് 3 തരത്തിലുള്ള സൂത്രവാക്യങ്ങൾ തരാം. അത് നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു ഫോർമുല വെച്ചിട്ട് വേണം നമ്മളെല്ലാം കണക്കൂട്ടിയെടുക്കാൻ വേണ്ടി. അതിന് എൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആണ് ഞാൻ ആ ഒരു രീതി തിരഞ്ഞെടുത്തതും അവതരിപ്പിക്കുന്നു. ഇനി അതിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിളിക്കാം, ചോദിക്കാം, കമൻ്റ് ഇടാം. ഇതിനൊന്നും ഒരു വിരോധമല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 7 മണിക്ക് ശേഷം എന്നെ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല, അതിനിടയ്ക്കും വിളിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഏതെങ്കിലും, ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഏതെങ്കിലും ഒരു വർക്കിലേർപ്പെട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്തായിരിക്കും നമ്മളൊരു പോംവഴി തേടുന്നത്. അങ്ങനെ ഫോണിൽ സെർച്ച് ചെയ്ത സമയത്തായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ എന്നെ വിളിക്കും. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എൻ്റെ സമയം പോലെ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കും. അത് ഇനി വർക്കിംഗ് ടൈമിലാണെങ്കിലും സാഹചര്യം പോലെ കിട്ടിയാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നിരുന്നാലും ഞാൻ വൈകുന്നേരങ്ങളിലാണെങ്കിലും തിരിച്ച് വിളിച്ച് അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും അത് സാധിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും അതൊന്നും പ്രശ്നമാക്കണ്ട. നമ്മൾക്ക് ലിസ്റ്റ് മുതൽ ഇനി അങ്ങോട്ട് റൂഫിൻ്റെ എല്ലാ സംശയങ്ങളും കറ തീർത്ത് നമ്മൾക്ക് പഠിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഫോർമുല ഞാൻ ഈ ബോർഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾക്കൊരു റൂഫിൻ്റെ ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, ആ ലിസ്റ്റ് പ്രകാരം സ്ലോപ്പുകൾ എങ്ങനെ മാറ്റം വരുത്താം, ഏതൊക്കെ സ്ലോപ്പുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയും, ഓടിന് എത്ര വെക്കണം, ഷീറ്റിന് എത്ര വെക്കണം, ഇനി അതിൽ അത്രയും വെച്ചത് ചെരിവ് പോരാ, കുറച്ചും കൂടി നമുക്ക് മാറ്റി ചെയ്യണം, ഇതെല്ലാം എങ്ങനെ ചെയ്യാം, അതനുസരിച്ച് നമുക്ക് എങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. 3 ഫോർമുല ഞാൻ എഴുതിത്തരാം. അത് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ കുറിച്ച് വെക്കുക. കാരണം വീഡിയോ മിസ്സിങ് വന്നാൽ സംഭവങ്ങൾ ഡിമ്മായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടുന്ന സമയത്ത് ഇത് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ഇത് ഒന്നാമത്തത് ഓട് ഇടുന്നതിന് ഉള്ള ഒരു മെത്തേഡാണ്. എത്രയാണ് സ്ലോപ്പ്? അപ്പം ഈ വരുന്നത് 72 സെൻറ്റിമീറ്ററാണ് കേട്ടോ. ഇത് ഈ ഒരു ലൈനിൽ മൊത്തം പ്രിൻസിപ്പൽ റാഫ്റ്റർ അതിൻ്റെ അളവാണ്. ഇവിടെ മുതൽ ഇവിടെ വരെ കാണിച്ചിരിക്കുന്നതാണ് പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ അളവ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ മൊത്തം 3 രീതിയിലുള്ള സ്ലോപ്പുകളുടെ ഫോർമുലകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതായിരിക്കും എല്ലാത്തിൻ്റെ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ നീളം. അപ്പോൾ ഇത് 72 സെൻറ്റിമീറ്റർ. ഇവിടെ സെൻറ്റർ ഹൈറ്റ് വരുമ്പോൾ 45 സെൻറ്റിമീറ്റർ. ഇവിടെ 85.2 സെൻറ്റിമീറ്റർ. ഇത് ഈ റാഫ്റ്ററിൻ്റെ നീളമാണ് വരുന്നത്. ഇതിൻ്റെ
പ്രിൻസിപ്പൽ റാഫ്റ്റർ ഇത്. ഇനി ഇത് ഹിപ്പ് റാഫ്റ്റർ, അതായത് കോടിക്കഴുക്കോൽ അല്ലെങ്കിൽ മൂലക്കഴുക്കോലിൻ്റെ അളവാണ്. അപ്പോൾ ഇതും ഒരു ഇതിൻ്റെയാണ്. അപ്പോൾ ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ 45 തന്നെ വരും. അതായത് ഇതിൻ്റെ സെൻറ്റർ ഹൈറ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. അതിലേക്കാണല്ലോ നമ്മളെ ഹിപ്പ് റാഫ്റ്റർ വന്ന് പിടിക്കുന്നത്. അപ്പം 45 തന്നെ സെൻറ്റർ ഹൈറ്റ് വരും. ഇത് 111.6 സെൻറ്റിമീറ്റർ ഹിപ്പ് റാഫ്റ്ററിൻ്റെ നീളം വരും. ഇതിൻ്റെ വാട്ടർ ലെവൽ വരുന്നത് 102 സെൻറ്റിമീറ്റർ വരും. ഇനി എല്ലാവരും പറയുന്നത് 4ൽ 1 എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഷീറ്റിൻ്റെ സ്ലോപ്പ് കണക്ക് കൂട്ടുന്നത്. 4ൽ 1, 3ൽ 1 എന്നൊക്കെ പറയും. അത് അങ്ങനെയൊന്നല്ല. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ ഇത് വിശദീകരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് 4ൽ 1 തന്നെയാണ് ഇത് വരിക. പക്ഷേ 4ൽ 1 ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. എന്നാലും ആ 4ൽ 1 സമാനമായ ഒരു ഷീറ്റ് വർക്ക്, ഷീറ്റിന് ഉള്ള ഒന്നാമത്തെ ഒരു മെത്തേഡ്. അപ്പോൾ അതിൽ ഈ സെൻറ്റർ ഹൈറ്റ് 36 സെൻറ്റിമീറ്റർ വരും. ഈ അടിയിൽ വാട്ടർ ലെവൽ 72 സെൻറ്റിമീറ്റർ വരും. ഇതിൻ്റെ പ്രിൻസിപ്പൽ റാഫ്റ്റർ, അതായത് കഴുക്കോല് അല്ലെങ്കിൽ നേർമഞ്ചിൻ്റെ നീളമാണ് വരുന്നത് 80.4 സെൻറ്റിമീറ്റർ വരും. ഇത് ഹിപ്പ് റാഫ്റ്റർ. അപ്പം ഇത് പ്രിൻസിപ്പൽ റാഫ്റ്റർ, ഇതിൻ്റെ ഹിപ്പ് റാഫ്റ്റർ ഇത് എന്ന് പറഞ്ഞാൽ ഇതും അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഇത് ഹിപ്പ് ഇത്. അപ്പോൾ ഇതിൻ്റെതാണ് ഇതും. അപ്പോൾ ഈ സെൻറ്റർ ഹൈറ്റ് 36 സെൻറ്റിമീറ്റർ തന്നെ വരും. ഈ വാട്ടർ ലെവൽ 102 സെൻറ്റിമീറ്റർ വരും. അങ്ങനെ വരുമ്പോൾ ഈ ഹിപ്പ് റാഫ്റ്ററിൻ്റെ നീളം 108 സെൻറ്റിമീറ്റർ വരും. 108 സെൻറ്റിമീറ്റർ. ഇനി ഈ 4ൽ 1 സ്ലോപ്പ് ലേശം അധികമാണ്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് പന്തലിപ്പിക്കാം, അതായത് കുറച്ചുകൂടി കുറയ്ക്കാം എന്നുള്ള ഒരു ഇതിലാണെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ്. അതിന് സെൻറ്റർ ഹൈറ്റ് 27 സെൻറ്റിമീറ്റർ വരും. ഈ വാട്ടർ ലെവൽ വരുന്നത് 72 സെൻറ്റിമീറ്റർ വരും. ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ നീളം 76.8 സെൻറ്റിമീറ്റർ. ഇതൊക്കെ സെൻറ്റിമീറ്ററാണ്. ഇത് ഇഞ്ചിൽ മനസ്സിലാക്കേണ്ടവർക്ക് ഇഞ്ചിലേക്ക് ആക്കാനുള്ള ഐഡിയ ഞാൻ അടുത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഈ ഹിപ്പ് റാഫ്റ്ററിൻ്റെ നീളം സെൻറ്റർ ഹൈറ്റ് 27 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ വാട്ടർ ലെവൽ വരുന്നത് 102. എല്ലാത്തിനും 102 വരുന്നത്. വാട്ടർ ലെവൽ 102. ഇത് അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ ആണെങ്കിൽ 72. അത് അതിലൊക്കെ ഒരു പോയിൻ്റാണത്. ഇതിൻ്റെ ഹിപ്പ് റാഫ്റ്ററിൻ്റെ നീളം എന്ന് പറയുന്നത് 105 സെൻറ്റിമീറ്റർ. ഒക്കെ സെൻറ്റിമീറ്ററാണ്, ഒക്കെ CM ആണ്. ഓർക്കുക, ഇതാണ് 3 ഐറ്റം. ഇനി ഇത് കൂടാതെ നമുക്ക് സ്ലോപ്പുകൾ കുറച്ചും കൂട്ടിയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു റൂഫിൻ്റെ ഈ ഹിപ്പ് റാഫ്റ്റർ, റിഡ്ജ് ബീം, അതേപോലെ പ്രിൻസിപ്പൽ റാഫ്റ്റർ, ഹിപ്പ് ജാക്ക് റാഫ്റ്ററുകൾ, ഇതെല്ലാം നമ്മൾ കണക്ക് കൂടണം. ഷീറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ ഓടിൻ്റെ അളവ്, പർലിൻ എത്ര വരും, അതിൻ്റെ അളവ്, എത്ര സ്ക്വയർ ഫീറ്റ് വരും, ഇത് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനൊരു മൊത്തം ഒരു കൊട്ടേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ മാറിയിട്ടില്ല, 75 11 10 86 79. ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിൽ വിളിക്കാം, നേരിട്ട് സംസാരിക്കാം, സംശയങ്ങൾ തീർക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നത് ഇതിൻ്റെ ഒരു വിശദീകരണമാണ്. ഇതെങ്ങനെ വന്നു, ഈ അളവുകളെല്ലാം, ഈ ഫോർമുലയെല്ലാം എങ്ങനെയാണ് വന്നത്, അത് എന്താണ് അതിൻ്റെ ആവശ്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ വരുന്നത് വരെ
എല്ലാവരും എന്നോട് സഹകരിക്കുക, ഞാൻ നിങ്ങളോടും സഹകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത പ്രാവശ്യം.